പഴയ ഏറനാടിന്റെ മനുഷ്യസ്നേഹ രാഷ്ട്രീയത്തിന്റെ മറുപേര്. ദേശീയ പ്രസ്ഥാനത്തിന് മുൻപേ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ പേര് കേട്ട പൊന്നാനിയിൽ നിന്ന് വെളിയങ്കോട് ഉമർ ഖാസിക്കും അലി മുസ്ലിയാർക്കും മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബിനും ശേഷം കേരളം ഏറ്റവും ഉച്ചത്തിൽ കേട്ട നാമോദയം ഇ.കെ. ഇമ്പിച്ചി ബാവ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരിൽ ഒരാളായിരുന്നു ഇ.കെ. ഇമ്പിച്ചി ബാവ. ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി മലയാളം മുഴങ്ങിയത് ഇമ്പിച്ചി ബാവയിലൂടെയായിരുന്നു. ഒരു ജനകീയനായ നേതാവും ഭരണാധികാരിയും എങ്ങനെയായിരിക്കണം എന്നതിന്റെ മാതൃകയായി കേരളം എന്നും ഓർക്കുന്ന പേരാണ് ഇമ്പിച്ചി ബാവയുടേത്. 1917 ജൂലൈ 17 മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ ഏഴുകുടിക്കൽ തറവാട്ടിൽ അബ്ദുള്ളയുടെ മകനായിരുന്നു ഇമ്പിച്ചി ബാവയുടെ ജനനം. ഒരു തുറമുഖ തൊഴിലാളിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. ബ്രിട്ടീഷുകാർ നടത്തിയിരുന്ന സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. അക്കാലത്ത് വിദ്യാർത്ഥികളുടെ ഇടയിൽ രൂപം കൊണ്ടിരുന്ന ഒരു സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ യൂണിയനിലെ അംഗവും സജീവ പ്രവർത്തകനുമായി മാറി. കൂടാതെ ഇക്കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം നല്ലൊരു പ്രസംഗകനുമായിരുന്നു. അഖില കേരള വിദ്യാർത്ഥി സമ്മേളനം കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്നതിൽ ഇമ്പിച്ചി ബാവ കാണിച്ച പാടവം പി. കൃഷ്ണപിള്ളയുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്ന ഒന്നായിരുന്നു. കോഴിക്കോട് സാമൂതിരി കോളേജിൽ വെച്ചായിരുന്നു ആ സമ്മേളനം. പിന്നീട് അവിടെ വെച്ച് തന്നെ അഖില കേരള വിദ്യാർത്ഥി ഫെഡറേഷൻ രൂപീകരിക്കുകയുമുണ്ടായി. അങ്ങനെ ഇമ്പിച്ചി ബാവ ഈ സംഘടനയുടെ നേതാക്കളിൽ ഒരാളായി മാറുകയായിരുന്നു. 21ാമത്തെ വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ജയിൽവാസം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ളയാളെന്ന നിലയിൽ പാർട്ടി നിരോധനം പിൻവലിക്കപ്പെടുന്നത് വരെ അദ്ദേഹത്തിന് ജയിലിൽ തന്നെ കഴിയേണ്ടി വന്നു. അങ്ങനെ 1942 ജൂലൈ 23 നിരോധനം പിൻവലിക്കപ്പെട്ട ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് പുറത്തിറങ്ങാനായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊന്നാനി താലൂക്ക് ഓഫീസ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം കരിഞ്ചന്തയ്ക്ക് കൂട്ടുനിന്ന പൊന്നാനി തഹസീൽദാർക്കെതിരെ പ്രസംഗിച്ചതിന്റെ പേരിൽ അധികാരികൾ കേസിൽ കുടുക്കി. അങ്ങനെ വീണ്ടും ജയിൽവാസം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം 1948 മാർച്ചിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടപ്പോൾ അറസ്റ്റ് വാറണ്ട് വന്ന ഇമ്പിച്ചി ബാവ ഒളിവിൽ പോയി. കോഴിക്കോട് ഗണപത് ഹൈസ്കൂളിൽ നിന്ന് സഖാവ് പി. കൃഷ്ണപിള്ള കണ്ടെത്തിയ വിപ്ലവകാരിയെ ഒരു പൂർണ്ണ കമ്മ്യൂണിസ്റ്റ് ആക്കിയത് AKGയും EMSുമായിരുന്നു. ബീഡി തൊഴിലാളികളുടെ സമരങ്ങളിലൂടെയാണ് ഇമ്പിച്ചി ബാവ പൊന്നാനിയുടെ ജനനായകനായത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് സേലം, ബെല്ലാരി, കോയമ്പത്തൂർ ജയിലുകളിൽ അടയ്ക്കപ്പെട്ട ഇമ്പിച്ചി ബാവയ്ക്ക് 1962 ഇന്ത്യ ചൈന യുദ്ധകാലത്തും അടിയന്തരാവസ്ഥ കാലത്തും ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. 1948 വിഖ്യാതമായ കൽക്കത്ത കോൺഗ്രസിൽ പങ്കെടുക്കുകയും തുടർന്ന് ഒളിവിൽ പോവുകയും ചെയ്ത ഇമ്പിച്ചി ബാവ 1951 മദ്രാശി നിയമസഭയിൽ നിന്ന് രാജ്യസഭാംഗമായി. 62 പൊന്നാനിയിൽ നിന്നും 1980 കോഴിക്കോട് നിന്നും ലോക്സഭയിലെത്തിയ ഇമ്പിച്ചി ബാവയിലൂടെയാണ് ഇന്ത്യൻ പാർലമെന്റ് ആദ്യമായിട്ട് മലയാളം കേട്ടത്. ഹിന്ദി അല്ലാത്ത ഒരു ഇന്ത്യൻ ഭാഷയ്ക്ക് പരമോന്നത നിയമനിർമ്മാണ സഭയിലെ ഇടം കിട്ടിയ ആ ചരിത്രം പിന്നീട് പാർലമെന്റിൽ നിയമമായി. 1964 CPIയുടെ ദേശീയ കൗൺസിലിൽ നിന്നും ഇറങ്ങി വന്ന് CPIM എന്ന പുതിയ പാർട്ടി രൂപീകരിച്ച 32 പേരിൽ ഒരാളായിരുന്നു ഇമ്പിച്ചി ബാവ. 1967 EMS മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായ ഇമ്പിച്ചി ബാവയാണ് സംസ്ഥാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ ജനകീയമാക്കിയത്. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളം വിഭാവനം ചെയ്തതും അദ്ദേഹം തന്നെയാണ്. ഒരു സാധാരണക്കാരന് എങ്ങനെ മന്ത്രിയാകാമെന്നും ഒരു മന്ത്രിക്ക് എങ്ങനെ സാധാരണക്കാരനാവാമെന്നും തെളിയിച്ച ഇമ്പിച്ചി ബാവ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ ശേഷം നേരെ പോയത് നിലമ്പൂർ കോവിലകത്തിന്റെ ഭൂമി പിടിച്ചടക്കുവാനുള്ള മിച്ചഭൂമി സമരത്തിലേക്കായിരുന്നു. ഛത്തീസ്ഗഡ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്ന വഴി 1995 ഏപ്രിൽ 11 ഡൽഹിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഒരു ജീവിതകാലം മുഴുവൻ പണിയെടുക്കുന്നവന്റെ അവകാശ പോരാട്ടങ്ങൾക്കായി സമർപ്പിച്ച ആ തൊഴിലാളി നേതാവിന്റെ ജീവിതകഥ പൊന്നാനിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാത്രമല്ല മുഴുവൻ കേരള നാടിനും ആവേശമാണ്. കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നിസ്തുല സംഭാവന നൽകിയ കർമ്മധീരനായ പോരാളി ആയിരുന്നു ഇമ്പിച്ചി ബാവ.